പ്രവാചകത് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കൂല. ഈ ദുനിയാവിൽ വെച്ച് നീ ചെയ്തു പോയ പാവങ്ങൾ അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞ നാളെ പരലോകത്ത് നീ കടന്നു ചെല്ലുമ്പോ അല്ലാഹു ഇതിന്റെ പേരിൽ നിന്നെ ശിക്ഷിക്കില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മായിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കൂ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മായിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. അവിടെ നിന്ന് പറഞ്ഞു, നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, എന്നെ ശുദ്ധീകരിക്കൂ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ കേൾക്കാത്തതുപോലെ പോ മായിസ്, പോ മായിസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാ. കാരണം എന്തെന്നറിയുമോ? വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അല്ലാഹുവിന്റെ പ്രവാചകർ പോയിട്ടൊന്ന് തൗബ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മായിസിനെ പറഞ്ഞു വിടുകയാ. ചെറുപ്പക്കാരനായ മായിസ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ പോയി കിടന്നുറങ്ങുന്ന സമാധാനമില്ല, ഉറക്കം വരുന്നില്ല, ഉറക്കം വരുന്നില്ല. എഴുന്നേറ്റില്ല. ഹദ്റത്ത് റസൂലില്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് രണ്ടാമതും കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കൂ നബിയേ. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറയുന്നു, സഹാബ, മായിസ് കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബ. ബോധമില്ലാതെ എന്തോ വിളിച്ചു പറയുന്നു. സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയേ, മായിസ് കള്ളു കുടിച്ചിട്ടില്ല നബിയേ. മൂന്നാമതും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് മായിസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറയുന്നു, നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. എനിക്കറിയാം എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് എനിക്കറിയാം. എന്നെ എറിഞ്ഞു കൊന്നാലും എനിക്കൊന്നുമില്ല, ഇവരെ നാണം കെട്ടാലും എനിക്കൊന്നുമില്ലോ, ഇവരെന്നെ കളിയാക്കിയാലും എനിക്കൊന്നുമില്ല നബിയേ. നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ വ്യഭിചാരിയെ പോലെ, വൃത്തികെട്ടവനെ പോലെ, നരകത്തിന്റെ അവകാശിയായി എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കാൻ വയ്യ നബിയേ. ഒരു തെറ്റിന്റെ പേരില് ഈ ദുനിയാവിലെറിഞ്ഞു കൊന്നാൽ മരണം കൊണ്ടെങ്കിലും അതിനവരവസാനമുണ്ടല്ലോ, എനിക്കത് സഹിക്കാൻ കഴിയുമല്ലോ. പക്ഷേ നരകത്തിന്റെ ശിക്ഷ താങ്ങാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇവിടെ വെച്ച് ഈ ശിക്ഷ ഏറ്റുവാങ്ങിയ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അല്ലാഹു എന്നോട് കരുണ കാണിക്കുമല്ലോ നബിയേ. അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊല്ലാ പറ നബിയേ. അവസാനം തെറ്റ് അംഗീകരിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, സ്വഹാബാ, മായിസിനെ എറിഞ്ഞു കൊല്ല് സ്വഹാബാ. പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. സഹാബത്ത് കല്ല് പറക്കിയിട്ട് മായിസ് റളിയല്ലാഹു തആല ഇവരെ എറിയുകയാണ്. റബ്ബേ, 4 ഭാഗത്ത് നിന്നും എറിയുകയാ. അതാ തല പൊട്ടികെട്ട്, ശരീരം പൊട്ടികെട്ട്, രക്തമിങ്ങനെ ഒലിക്കുകയാണ്. മായിസ് റളിയല്ലാഹു തആല ഓടുകയാ. സഹാബത്ത് പുറകെ ഓടി നടന്ന് എറിയുകയാണ്. കുറെ സമയം കഴിഞ്ഞപ്പോ സഹാബത്ത് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മായിസ് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല, അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. കുറെ സമയം കഴിയുമ്പോ അതാ ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മായിസ് റളിയല്ലാഹു തആല അൻഹു ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, അറിഞ്ഞുകൊണ്ട് ഓടിയതല്ല നബിയേ, അറിഞ്ഞുകൊണ്ട് ഓടിയതല്ല. ശരീരം വേദനിച്ചപ്പോ മരണവപ്രാളത്തിൽ അറിയാതെ ഓടിപ്പോയതാ നബിയേ.
അതുകൊണ്ട് ഒരു കുഴിയെടുക്കാ പറഞ്ഞബിയേ, സഹാബത്തിനോടൊരു കുഴിയെടുക്കാ പറഞ്ഞബിയേ. എന്നിട്ട് എന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് ആ കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് എറിയാ പറഞ്ഞബിയേ. എത്ര ഏറുകൊണ്ടാലും എത്ര വേദനിച്ചാലും എന്നെ കൊണ്ടോടാ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് മായിസ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുമ്പോ അവസാനം സഹാബത്ത് എറിഞ്ഞു കൊല്ലുകയാണ്. കുറെ നാളുകൾക്ക് ശേഷം അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും ആ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ ഒരു സ്വഹാബി പറഞ്ഞു, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തിയവനാണ് മായിസ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സ്വഹാബാ, നിങ്ങൾക്കറിയാത്തത് പറയല്ലേ, മായിസ് സ്വർഗത്തിലാണ് സഹാബോ. റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ നീ പച്ചയായിട്ട് അല്ലാഹുവേ ഏറുകൊണ്ട് മരിക്കണമെന്ന് പറയുന്നില്ല, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടണമെന്ന് പറയുന്നില്ല, പൊതുവേദിയിൽ പറയണമെന്ന് പറയുന്നില്ല, നിന്റെ കുടുംബക്കാരുടെ കൂടെ ഇരുന്ന് പറയണമെന്ന് പറയുന്നില്ല. പൊന്നുമോനെ, പരിശുദ്ധമായ ശഅബാനിന്റെ രാത്രിയിൽ റബ്ബിന്റെ മുന്നിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാ, പറ്റിപ്പോയി പടച്ചവര്, പെട്ടുപോയി പടച്ചവര്, ശൈത്താന് ചതിച്ചു കളഞ്ഞ് പടച്ചവര്, എന്റെ പാവമൊന്ന് പൊറുത്തുതാ അല്ലാ എന്നൊന്ന് പറയാൻ കഴിയുമോ ചെറുപ്പക്കാരാ? ഒന്ന് കരയാൻ കഴിയുമോ ചെറുപ്പക്കാരാ? പൊന്നുമോനെ, അല്ലാഹു നിനക്ക് പൊറുത്തു തരും പൊന്നുമോനെ. അല്ലാഹു നാളെ അതിനെ കുറിച്ച് നിന്നോട് ചോദിക്കില്ല എന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട